ബുക്ക് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കും, ട്രിഗർ ചെയ്യും. പെട്ടെന്ന് നമുക്ക് അറിയുന്ന ഒരാൾ മരിച്ചു പോവാണ്. ബുക്ക് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുടി കിട്ടി വെച്ചിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു ബുക്കിൻ്റെ റിവ്യൂ വായിച്ച എന്ത് തോന്നി എന്നുള്ളൊരു കാര്യമാണ്. ഹാരുക്കി മുറാഗാമിയുടെ നോർവീജിയൻ വുഡ്. ഹാരുക്കി മുറാഗാമി ഒരു ജാപ്പനീസ് റൈറ്ററാണ്. ആൻഡ് ജപ്പാനിൽ ഭയങ്കര ഹിറ്റായ ഒരു ബുക്കായിരുന്നു നോർവീജിയൻ വുഡ്. ഇത് 1987 പുള്ളി എഴുതുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്. സോ ഈ ബുക്ക് ഇതെനിക്ക് കറക്റ്റ് ഇത് വായിച്ചു തന്നിട്ട് ചില ബുക്കുകൾ നമുക്ക് സങ്കടം തോന്നും, ചില ബുക്കുകൾ നമുക്ക് സന്തോഷം തോന്നും. ഈ ബുക്ക് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു എനിക്ക്. ഞാനത് ചെറിയൊരു മഴയുള്ള ദിവസം വായിച്ചു തുടങ്ങുന്നത്, ട്രെയിനിലിരുന്നിട്ട്. അന്ന് ചെറിയ മഴച്ചാലൊക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഫ്യൂ പേജസ് വായിച്ചു. അപ്പോൾ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കറിയാം ഇതൊരു ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇത് വായിച്ചു തീർക്കേണ്ട ബുക്കല്ല. കുറച്ച് സമയം എടുത്ത് വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1 മാസം എടുത്ത് ഈ ബുക്ക് വായിച്ചു തീർക്കാൻ. ആൻഡ് ഈ ബുക്ക് വായിച്ച് തീർന്ന ദിവസം, അതായത് ലാസ്റ്റ് പേജസ് ഞാൻ തീർത്ത ദിവസം മഴ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ബുക്കിൽ നേച്ചറിനെയൊക്കെ പറ്റി ഭയങ്കര, അതായത് ഓരോ സിറ്റുവേഷൻസ് നടക്കുമ്പോഴും അതിന് നേച്ചറിനെ പറ്റി പുള്ളി എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇതിൽ ചോറു വറ്റാൻബി എന്ന് പറയുന്ന ഒരു ചോറു വറ്റാൻബി ഒരു ടീനേജിൽ നിന്ന് ഒരു അഡൽട്ടിലോട്ട് മാറുമ്പോഴും നമ്മളൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ബുക്ക് തുടങ്ങുമ്പോൾ ചോറു വറ്റാൻബിക്ക് 37 years ആണ്. 37 വയസ്സുള്ള ചോറു പെട്ടെന്ന് പുള്ളിയുടെ പാസ്റ്റ് ആലോചിക്കുകയാണ്. ഓവർവെൽഡ് പുള്ളിന്റെ ടീനേജിനെ പറ്റി അങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര എന്താ പറയുക, ഹാപ്പി ഫീൽ ഗുഡ് ബുക്ക് അല്ല. ഇത് നിങ്ങളെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കും. പക്ഷെ എന്നാൽ എവിടെയൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ട് തോന്നും. അതാണ് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത. ഇത് ട്രിഗർ വാർണിംഗ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഭയങ്കര മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ലൈഫിൽ വല്ലാത്തൊരു ബാഡ് ഫേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പറയാം. ഈ ബുക്കിൽ സൂയിസൈഡിനെ പറ്റിയും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയും ഡിപ്രഷൻ, ആൻസൈറ്റി, ട്രോമാസ്, ഗ്രീഫിനെ പറ്റിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. സോ നമ്മൾ വായിക്കുന്ന മുമ്പ് അതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. മെന്റൽ ഹെൽത്തിനെ പറ്റി ഭയങ്കര വൈഡ് പെർസ്പെക്റ്റീവിൽ ഈ ബുക്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുറാഗാമിയുടെ കുറച്ചധികം ബുക്കുണ്ട്. കഫ്ക, ദ ഷോ, മെൻ വിതൗട്ട് വുമൻ, ഡാൻസ്. ഇനി അതൊക്കെ വായിക്കണം. ഇതൊരു ലവ് സ്റ്റോറി ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ചോറു വറ്റാൻബിയുടെ ഒരു ടീനേജിൽ നിന്ന് അഡൽട്ടിലോട്ട് പോകുമ്പോൾ പുള്ളിൻ്റെ ഒരു ഫസ്റ്റ് ലവ് സംഭവിക്കുന്നതും നൗക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും പുള്ളിക്കാരി കടന്നു പോകുന്ന കുറേ സിറ്റുവേഷൻസും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ചോറു കോളേജിൽ വെച്ച് വേറെ പെൺകുട്ടിനെ മീറ്റ് ചെയ്യുന്നു, മിഡോരി എന്ന് പറഞ്ഞിട്ട്. മിഡോരി ഈസ് ലൈക്ക് ഭയങ്കര എന്താ പറയുക, ലൈഫിനെ ഭയങ്കര ഒരു സീൽ ആൻഡ് സെസ്റ്റ് ഉള്ള ഒരാളാണ്. ലൈഫിനോട് ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഭയങ്കര ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ ഓരോ ക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. സൂയിസൈഡിനെ പറ്റി പറയുന്നുണ്ട്. ചിലപ്പം അത് ഭയങ്കര എന്താ പറയുക, ഇപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്ന പലരും, നമുക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. സോ ഇതുപോലെ ചോറുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹൈസ്കൂളിൽ പഠിക്കുന്നു, കിസുക്കി. സോ കിസുക്കി ചോറും ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. സോ കിസുക്കി, ചോറു ആൻഡ് നൗക്കോ ഇവർ 3 ഫ്രണ്ട്സാണ്. പക്ഷെ ചോറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിസുക്കി. പെട്ടെന്ന് ഒരു ദിവസം കിസുക്കി സൂയിസൈഡ് ചെയ്യുവാണ്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. ആൻഡ് അത്രയും നാളെ കൂടെ ഉണ്ടായിട്ട് റീസൺസ് അറിഞ്ഞുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടെത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു ഗ്രീഫ്. പിന്നെ നേരത്തെ പറഞ്ഞ കിസുക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു നൗക്ക. പക്ഷെ പിന്നെ ചോറുവിനും നൗക്കയോട് ഒരു ഇഷ്ടം തോന്നുകയും, ചോറുവിൻ്റെ ഫേസ്റ്റ് ലവാണ് നൗക്ക. അവർ തമ്മിൽ ഭയങ്കര കണക്ഷൻ ആവുകയും അവസാനം നൗക്കയ്ക്ക് സ്വയം മനസ്സിലാവണം കുറച്ച് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാനിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ 1 മാസം എടുത്ത ഈ ബുക്ക് വായിച്ചത്. അപ്പം 1 മാസം ഈ ക്യാരക്ടേഴ്സിനെ എൻ്റെ ഒരു ഡെയിലി ലൈഫിലെ പാട്ടുപോലെ എന്നും ഞാൻ കുറച്ച് വായിക്കും. അപ്പോൾ അവസാനമൊക്കെ എത്തുമ്പം എനിക്ക് ഡിഫൈൻ ചെയ്ത് അറിഞ്ഞൂടാ, എന്തൊരു എംപ്റ്റി ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൽ മ്യൂസിക്കിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട് ഈ ബുക്കിൽ. നേച്ചർ, അതുപോലെ ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. സോ അതാണ് മൊത്തത്തിൽ ഈ ബുക്ക്. സോ നല്ലൊരു ബുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മിക്സഡ് റിവ്യൂസ് ആണ് ഈ ബുക്കിന്. കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ കുറേ വിയേർഡ് സാധനങ്ങളുണ്ട്. വിയേർഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബുക്കിലുണ്ട്. സോ ഇതൊരു അഡൽട്ട് ബുക്കാണെന്നെങ്കിൽ വേണമെന്ന് പറയാം. ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ വായിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ കുറച്ച് അഡൽട്ട് കോണ്ടന്റ് ഒക്കെ ഉള്ളൊരു ബുക്കാണ്. കുറച്ച് വിയേർഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കാണ്. സോ അതെനിക്ക് മുറാഗാമിയുടെ ഒക്കെ എല്ലാ ബുക്സിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ്, ഇത് കുറേ പേർക്കുള്ളൊരു ഒപ്പീനിയനാണ്, ഇതിൻ്റെ ലാസ്റ്റ് ബ്രേക്കുമായിട്ടുള്ള
സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര എന്താ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈ എന്തുകൊണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതൊക്കെ എനിക്ക് കുറച്ച് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഭയങ്കര ഡെപ്ത് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും. അതിപ്പോൾ ചോറു ആണെങ്കിലും നൗക്ക ആണെങ്കിലും റൈക്കോ ആണെങ്കിലും മിഡോറി ആണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന നാഗാസ്വാദ, അതുപോലെ പ്രൊനൗൺസിയേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു സ്ട്രോങ് ട്രൂപ്പർ ചോറിൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പം ഈ 2 ക്യാരക്ടേഴ്സൊക്കെ. പിന്നെ അതിനകത്ത് വേറൊരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ പേര് ഞാൻ മറന്നു. അതായത് നാഗാസ്വാദയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഒരു കുട്ടി. ഈ ക്യാരക്ടേഴ്സൊക്കെ ഈ 3 പേർക്ക് പെട്ടെന്ന് വന്നു പോകുന്നുള്ളൂ. പക്ഷെ എന്നാലും എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഒരു ഡെപ്ത് ഉണ്ട്, ഭയങ്കര ലെയേർഡാണ്. സോ ഇതൊക്കെ ഒരു നല്ലൊരു ബുക്കാണ്. പക്ഷെ ഡിപ്രസിംഗ് ആണ്. ഒരു ഫീൽ ഗുഡ് സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതാണ് ഇതിനെ പറ്റി വായിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയും. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.